വരട്ടെ ഒരാൾ. റോഷൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റേത്. പക്ഷെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു അഭിനേതാവിനെ പോലെയാണ് താങ്കൾ ആ സിനിമയിൽ അഭിനയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രയാഗ കുറേ പടങ്ങളിൽ അഭിനയിച്ചു വന്നതാണ്. പക്ഷേ രണ്ടുപേരും കഥാപാത്രങ്ങളെ തീർച്ചയായും മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്കത് കഴിഞ്ഞത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ പി ടി കുഞ്ഞമ്മദ് ഒരുപാട് നല്ല സിനിമകളെ മലയാളത്തിന് പ്രദാനം ചെയ്ത ആളാണ്. എങ്ങനെ നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ട് മാറി, ആ കഥാപാത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു? ഇതാണ് പി ടി സാറ് ചോദിക്കുന്നത്. പ്രയാഗ. ഞങ്ങൾ രണ്ടുപേരെയും സമർപ്പിക്കുകയായിരുന്നു സാറിന്. ബിക്കോസ് സാറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ, അത് ഇപ്പം പി ടി കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് മാത്രമല്ല, ഏതൊരു സിനിമയായാലും ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള കഥാപാത്രത്തെ നമുക്ക് എത്രത്തോളം കൺസീവ് ചെയ്യാൻ പറ്റുന്നോ ആ നമ്മൾ കൺസീവ് ചെയ്ത ഇതായിരിക്കും നമ്മൾ പോർട്രേ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വി ഹവ് പുട്ട് ഇൻ അവർ ബെസ്റ്റ്. ബിക്കോസ് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരുന്ന കമേഴ്ഷ്യൽ ഫിലിംസിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയും കഥാപാത്രവും വേറൊരു ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സംസ്കാരം കൂടിയാണ് നിങ്ങളുടെ കഥാപാത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഒട്ടും പരിചയമില്ലാത്തൊരു പറയാൻ പറ്റില്ല. പക്ഷെ റോഷൻ ചങ്ങനാശ്ശേരിക്കാരൻ പോയിട്ട് തലശ്ശേരിക്കാരനാകുന്നു, ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, സ്വഭാവം മാറുന്നു. എല്ലാം പുതിയതായിരുന്നു. തീർത്തും പരിചയം ഉണ്ടായിരുന്നില്ല. സിനിമകളിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു ഫാസിനേഷൻ ഉണ്ട് എപ്പോഴും. ആ ഒരു കേരളത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര നല്ല ഫുഡാണ്, അവരുടെ കൾച്ചർ, നല്ല മനുഷ്യന്മാരാണ്, മനസ്സ് നിറയെ സ്നേഹമാണ്, ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ കേട്ടറിവും പിന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അറിവ്, കഥകളിലോടുള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ഡയറക്ട്ലി ഞാൻ സത്യം പറഞ്ഞ കേരളത്തിന്റെ നോർത്തേൺ സൈഡിലേക്ക് അധികം പോയിട്ടും കൂടി ഇല്ലായിരുന്നു.